തോൽവി മണത്ത മത്സരത്തിൽ തകർപ്പൻ തിരിച്ചുവരവ് നടത്തുക എന്നത് ചില്ലറ കാര്യമല്ല. അത് പരിക്കുകൾ വേട്ടയാടുന്ന ഒരു ടീമാണെങ്കിൽ ഇമ്പോസിബിൾ ആയിരിക്കും. എന്നാൽ FC ഗോവയെ 2-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്താമെന്ന് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് കാണിച്ചു തന്നു. ആദ്യ പകുതിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമാണ് ഈ ഗംഭീര തിരിച്ചുവരവ്. ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ഡേമന്റെ കോസ് ഏറെ ശ്രദ്ധേയമാണ്. ISL ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 2-ാം ഘട്ടത്തിൽ ടീമിന് പഴയ ആവേശം പോരെന്ന അഭിപ്രായം ചില കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഇവാൻ വുക്കുമനോവിച്ചിന്റെ താരങ്ങൾ ഗംഭീര തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് അതിനെല്ലാം മറുപടി തന്നു കഴിഞ്ഞു. 7-ാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തിയ ഗോവയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചതോടെ 17-ാം മിനിറ്റിൽ ഗോവ വീണ്ടും ഗോൾ അടിച്ചു. കളി തുടങ്ങി 20 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗോൾ വീണാൽ ഏത് ടീമായാലും പകയ്ക്കുമെന്ന് ഉറപ്പാണ്. സ്വാഭാവികമായും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ടീം തോൽവിയിലേക്കാണോ എന്ന് സംശയിക്കുകയും ചെയ്തു. എന്നാൽ 2-ാം പകുതിയിൽ തീർത്തും വ്യത്യസ്തമായ ബ്ലാസ്റ്റേഴ്സ് നിരയെയാണ് പിന്നീട് കണ്ടത്. ഒന്നിനു പിറകെ ഒന്നൊന്നായി 4 ഗോളുകളാണ് ടീം അടിച്ചുകൂട്ടിയത്. മുന്നേറ്റ നിര ഉണർന്ന് കളിച്ചപ്പോൾ ഗോവ ശരിക്കും വിറച്ചുപോയി. ഡെയ്സുക്കോ സക്കയും ക്യാപ്റ്റൻ ദിമിത്രോസുമാണ് കളിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗംഭീര തിരിച്ചുവരവിന് കാരണക്കാരായത്. നേരിട്ടുള്ള ഫ്രീ കിക്കിലൂടെ സക്കായാണ് ആദ്യം ടീമിന് വേണ്ടി ഗോളടിച്ചത്. സക്കായുടെ ക്രോസ് പെനാൽറ്റി ബോക്സിൽ കൈകൊണ്ട് തട്ടിയതിന് കിട്ടിയ പെനാൽറ്റിയിൽ നിന്നാണ് ആദ്യം ദിമിത്രോസ് ഗോളടിച്ചത്. 84-ാം മിനിറ്റിൽ വീണ്ടും ദിമി ഗോവൻ വല കുലുക്കി. ശേഷം 88-ാം മിനിറ്റിൽ ലൂണയ്ക്ക് പകരക്കാരനായി വന്ന ഫെഡോർ സെർനച്ചിന്റെ ഗോളിലൂടെ പട്ടിക പൂർത്തിയാക്കി.